ഹായ്, എസ്.എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. റിലേഷൻഷിപ്പിൽ അവർ ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ബന്ധത്തിൽ തന്നെ ആളിങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ഓക്കെ ആവില്ല എന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന കുറേ പേരുണ്ട്. അതിന് കുറേ കാരണങ്ങളുണ്ടായിരിക്കും. നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇവരെന്തിനാ ഇതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, ഇവർക്ക് പൊക്കൂടെ, ഇവർക്ക് മറ്റൊരു ലൈഫ് ഉണ്ടായിരിക്കും, അവരുടെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ ബന്ധത്തിൽ നിൽക്കുന്നതിന് അവരുടേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്നൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ. മാനസികപരമായി ആ ഒരാളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അയാളുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കാം, അത്യാവശ്യം ക്രൂരമായ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയാൾ പെരുമാറുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അയാളെ വിട്ടു പോകാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു കാലം അയാളുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. അതായത് ഇപ്പോൾ അത് ശീലമായിക്കോളും. അയാൾ എത്ര ചീത്ത പറയുകയാണെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇവരത് ശീലിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇവർക്ക് മറ്റ് കുട്ടികളോ ഫാമിലി അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത വരും. അതായത് ഓഫ്കോഴ്സ് മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. മക്കളുടെ അച്ഛൻ വേണ്ടേ അല്ലെങ്കിൽ അമ്മ വേണ്ടേ, അപ്പം ഞാൻ ഇട്ടിട്ട് പോകാൻ പാടില്ല, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, മക്കൾക്ക് വേണ്ടിയെങ്കിലും പിടിച്ചു നിൽക്കണം, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കണം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ഒരാളോട് തോന്നിയിട്ടുള്ളത് കൊണ്ടൊക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ ഇയാളാണ് എൻ്റെ പാർട്ട്ണർ. അപ്പൊ നമുക്ക് ആ ഒരാളോടായിരിക്കും ഇഷ്ടം വരിക. എൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നമ്മൾ അയാളെ ഒരുപാട് സ്നേഹിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്ഥാനത്തേക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല. അത് എത്ര മോശമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അയാളുടെ സ്ഥാനത്തേക്ക് വേറൊരാളെ കാണുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു റിലേഷൻഷിപ്പിൽ പോകുന്നത് വരെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ, ആ വേറെ റിലേഷൻഷിപ്പായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആയി പോകും. പക്ഷെ അതിന് മുമ്പ് വരെ നമുക്ക് അങ്ങനെയല്ല. ഈ ഒരാളുടെ സ്ഥാനത്തേക്ക് വേറൊരാളെ കാണാനോ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കും. അതായത് ഞാൻ വിട്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെങ്കിലും നന്നാവും അല്ലെങ്കിൽ നാളെയെങ്കിലും നന്നാവും എന്നുള്ള പ്രതീക്ഷ. എന്നെങ്കിലുമൊക്കെ ഇവർ നന്നാകുമായിരിക്കാം എന്നുള്ള ചിന്ത കൊണ്ട് നിൽക്കുക. അതായത് നമ്മളെങ്ങനെ വിചാരിക്കും, ഇട്ടിട്ട് പോയാലോ, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പോയാലോ എന്ന് വിചാരിക്കും. പിന്നെ നമുക്കെന്നെ തോന്നും ചിലപ്പോൾ ശരിയായാലോ, ആള് തന്നെ ശരിയായിട്ട് വന്നു കഴിഞ്ഞാലോ, ഓക്കെ ആയാൽ എന്ത് ചെയ്യാം, പിന്നെ ഹാപ്പി ആയിട്ട് പോവാലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അതായത് ഒരു പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ അതിലിങ്ങനെ നിൽക്കുക. പക്ഷെ നന്നാകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എന്നാലും ഒരു പ്രതീക്ഷയുടെ പുറത്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആൾ നന്നാകുമോ എന്നൊരു ചിന്ത കൊണ്ട്, നന്നായി കഴിഞ്ഞാൽ എൻ്റെ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് പോകുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ആ റിലേഷൻഷിപ്പ് വിട്ട് പോവാൻ മടിക്കുന്ന അല്ലെങ്കിൽ പോവാത്ത ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടികൊണ്ടാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ പുറത്തായി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമോ, ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നുള്ള ഒറ്റപ്പെടലിനെ പേടിച്ചുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോവാതിരിക്കുന്ന ആളുകൾ. അങ്ങനെ കുറെ പേരെ നമ്മൾ കാണാറുണ്ട്. അതായത് ഒറ്റപ്പെടലിനെ പേടിക്കുന്ന ആളുകൾ. ചിലപ്പോൾ അവരുടെ കഴിഞ്ഞ കാലത്ത് അവർക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആരും ഇല്ലാതായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും സാഹചര്യമോ മറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കരമുള്ള പേടിയായിരിക്കും. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുമോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആളെന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ തന്നെ നിൽക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആരും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു സംഭവം ആൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒറ്റപ്പെടലിനെ ഭയക്കുന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കംഫർട്ട് സോൺ ആണ്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കാറില്ല. അതൊന്ന് പുറത്തു പോകാൻ ഭയങ്കര പേടി ഉണ്ടാവുക. കാരണം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, നമ്മൾ ഓക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള ഒരു സംഭവം വരില്ലേ. അതന്നെയാണ് ഇവിടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഒരു ബാഡ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിന്ന് പുറത്തു പോയിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇതിനേക്കാളും മോശമായിരിക്കുമോ, ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരിക്കും. അതായത് നിലവിൽ ഈ റിലേഷൻഷിപ്പിലുണ്ട്, പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ബന്ധം വിട്ടിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നൊക്കെ. പക്ഷെ ചിലർ അങ്ങനെ ചിന്തിക്കില്ല. അവരെങ്ങനെ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലെ ഞാൻ ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞു, ഇനി വേറൊന്നും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ, അങ്ങനെയൊന്നും. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇതിനേക്കാളും ഇരട്ടിയായിരിക്കും എനിക്കതിൽ സ്ട്രെസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ, ഇതിലിപ്പോൾ ഞാൻ ഓക്കെ ആയി, സെറ്റായി, ഇതിൽ നിന്ന്
വേറൊന്നിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ ഈ ഒരു കംഫർട്ട് സോൺ വിട്ട് പോകാനുള്ള ഒരു പേടിയുണ്ട് ആ ബന്ധത്തിലാണ് നിൽക്കും. അതായത് ഇപ്പൊ ഞാൻ ഓക്കെയാണ്, റിലേഷൻഷിപ്പിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ഞാൻ വിഷമിക്കേണ്ടി വരുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇതൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ സൊസൈറ്റി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ സൊസൈറ്റി എന്തായിരിക്കും വിചാരിക്കേണ്ടാവുക, പിന്നെ വേറെ റിലേഷൻഷിപ്പിൽ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവര് ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവർ ഇവരെക്കാളും മോശമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഈ ഒരു കംഫർട്ട് സോൺ ഇതാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ പുറത്തേക്ക് പോകാനുള്ള ഒരു പേടി കൊണ്ടും ഈ റിലേഷൻഷിപ്പിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതായത് ഇപ്പൊ ഏതൊരാളാണെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ എനർജിയും ടൈമും ഒക്കെ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒരുപാട് ഡ്രീംസ് കാണുന്നുണ്ടായിരിക്കും. അതായത് ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകണം, എത്ര ഹാപ്പി ആയിട്ടിരിക്കണം, ഓരോ മൊമെന്റ്സും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. നമ്മുടെ ഫുൾ എനർജിയും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളുടെ സമയമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ സ്വപ്നം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് നമ്മുടെ മൈൻഡിൽ ഈ ഒരാളും നമ്മളും എന്നുള്ളത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ അത് ഓൾറെഡി കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഇവിടേക്ക് വേണ്ടി ടൈമും നമ്മുടെ എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വേറൊന്നും വേണ്ട എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഫൈറ്റ് ഉണ്ടാവുന്നു, പാച്ചപ്പ് ആവുന്നു, ഫൈറ്റ് ഉണ്ടാവുന്നു, പാച്ചപ്പ് ആവുന്നു. ഇതിങ്ങനെ ഈ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അത് കയറി ഫൈറ്റ് ഉണ്ടാവും, പാച്ചപ്പ് ആവും, ഫൈറ്റ് ഉണ്ടാവും, പാച്ചപ്പ് ആവും. അപ്പൊ നമ്മൾ അതുമായിട്ട് ഇങ്ങനെ സെറ്റായി പോവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ട്രോമ ബോണ്ട് അവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞു, ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാണ്ടൊരു ബോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് വിട്ടു പോകാൻ പറ്റില്ല. നിങ്ങൾ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് പോകാൻ പറ്റില്ല. കൺഫ്യൂഷൻ ആയിരിക്കും, പോകണോ പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അതല്ലാതെ വിട്ടു പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ബിക്കോസ് ട്രോമ ബോണ്ടിങ് എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇത് വിട്ട് പോവുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പോ വേണ്ട, ഇതിൽ തന്നെ ഫുള്ള് ഞാൻ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എന്റെ ഫുൾ സമയം ഇതിലാണ്, എന്റെ ഫുൾ എനർജിയും ഇതിലാണ്, ഞാൻ എന്തോരം സ്വപ്നങ്ങൾ കണ്ടതാണ്, ഇനിയിപ്പോ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് വിട്ട് പോകാനായിട്ട് മടിക്കും, അതൊന്നും പുറത്തോട്ട് പോവില്ല. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ കാണുന്ന കുറെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ പുറമെ കുറെ ഉണ്ട്. നമ്മളിപ്പോ ഓവർ തിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിഗ്രറ്റ് വരാം. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാരണം കൊണ്ടല്ലേ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത്, ഇനിയിപ്പോ അത് അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്നുമില്ല പറയുന്നില്ല, ഒരു 4-5 കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കാരണമെന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി ഓക്കെ ആവില്ല എന്ന് മനസ്സിലായിട്ടും അതിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഇതിൽ ഏതാണ് കാരണം എന്നുള്ളത് തിരിച്ചറിയാം. പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഓക്കെയാണ്, അതായത് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിലവിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്ത് കടന്നാലാണ് നമുക്ക് പുറം ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ട്, അത് നേടിയെടുക്കണമെന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്, നമ്മൾ കറക്റ്റ് പ്ലാനിങ്ങും ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു കംഫർട്ട് സോൺ ഇതാണ്, ഇതിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വലിയ ആഗ്രഹവും ലക്ഷ്യവും അവിടെ ഇല്ലാണ്ടാവും. നേരെ മറിച്ച് കുഴപ്പമില്ല, എന്താ ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് അവിടെ ഒരു വിജയം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോയിക്കൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, അതിൻ്റെ ഇരട്ടി സന്തോഷമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എൻ്റെ കംഫർട്ട് സോൺ ഇതാണ്, ഇതിലേ ഞാൻ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നടത്താൻ പറ്റില്ല, നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോവില്ല. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് മാറ്റം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാം. നിലവിൽ ഈ ഒരു പേഴ്സൺ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേറൊരു മീൻസ് നിങ്ങളൊരു കൗൺസിലിങ്ങിനോ മറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെയായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിലൊന്നും പിടിച്ച് നിൽക്കാതെ നിങ്ങൾക്കുള്ള മറ്റൊരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ബിക്കോസ് നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അതുകൊണ്ട് കടിച്ചു തൂങ്ങിയിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എനിക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.